ഹലോ, ഇത് ബി പാരസ്വരേറ്റ് കാള സൺഷൈൻ്റെ ലീഫ് കമ്മെത്തിയിട്ടാണ് കേട്ടോ. ഇതാ അതിന് റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നട്ട് നോക്കാം കേട്ടോ. അതിൻ്റെ ലീഫ് ഇതേ സൈഡിലത്തെ ലീഫ്, ആ പഴയ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയണേ. കളഞ്ഞതിന് ശേഷം വേണം നടാനായിട്ട്. അതിനായിട്ട് ഞാൻ 8.25 ഇഞ്ച് പോട്ടാണ് കേട്ടോ. സെയിലിനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയ പോട്ട് എടുക്കുന്നത് കേട്ടോ. സെയിലിന് വേണ്ടിയിട്ടായതുകൊണ്ട്. അതുകൊണ്ട് ഒരു പിടി ചാണകപ്പൊടിയാണ്, ചെറിയ പോട്ടായതുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഒരു പിടി ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത്രയും ചാണകപ്പൊടി മതിയാകും. നമുക്ക് കുറച്ച് അരഭാഗത്തോളം അതിന് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അരഭാഗത്തോളം മണ്ണിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ചെളി പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ വേര് മണ്ണിനടിയിലേക്ക് താഴ്ത്തി വെക്കണം. നടുക്കാണ് കേട്ടോ ആമ്പൽ നടേണ്ടത്. താമര സൈഡിലും ആമ്പൽ നടുക്കുവാണ് കേട്ടോ നടേണ്ടത്. വെള്ളം കുത്തി ഒഴിക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ലീഫോ ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിക്കണം. കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ചാണകം എല്ലാം കൂടെ പൊങ്ങി മുകളിലേക്ക് പോരും കേട്ടോ. ഈ വെള്ളം കലങ്ങിയായിരിക്കും ആദ്യത്തെ ദിവസം കിടക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും തെളിഞ്ഞു വന്നോളും. എന്നിട്ടിത് നിറച്ചിടുക. വെള്ളം നിറച്ചിടുക. 5-6 മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാറ്റി വയ്ക്കുക കേട്ടോ.